ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോണത് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 3 ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നോമ്പ് നോറ്റിങ്ങാണ്ട് ഡ്രസ്സ് എടുക്കാൻ പോലും നടക്കൂല. അപ്പോൾ നോമ്പിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പോയിങ്ങാണ്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നിലമ്പൂർ അങ്ങാടി. ഞങ്ങൾ നിലമ്പൂർക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പം ഞാൻ ഡിവോഴ്സ് ആയതിന് ശേഷം എൻ്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടാട്ടോ. അതുകൊണ്ട് തന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ എനിക്ക് കുറേ ഡ്രസ്സ് ആദ്യത്തിനെക്കാട്ടിലും ആദ്യമൊക്കെ ഒരു ഡ്രസ്സ് ഒരു പെരുന്നാൾക്ക് എടുക്കുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ഡിവോഴ്സ് ആയതിന് ശേഷം എനിക്കും എൻ്റെ കുട്ടികൾക്കാണെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ള കുറേ മെമ്പേഴ്സ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ ആയിട്ടും അങ്ങനെയൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പോണത് ഉമ്മമാൻ്റെ വക തന്നിട്ടാട്ടോ. അപ്പോൾ ഉപ്പച്ചിൻ്റെ വകയും കൂടി എടുത്താൽ അതും കൂടി തീർന്നല്ലോ എന്ന് പറഞ്ഞങ്ങാണ്ട് ഇപ്പച്ചി ഒരു ഡ്രസ്സും കൂടി എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കണത് കാണാൻ ഉമ്മാൻ്റെ അനിയത്തിയും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. മാമ എനിക്ക് നല്ല സപ്പോർട്ടാട്ടോ എല്ലാത്തിനും. ഇപ്പച്ചിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോത്തിന് 8 മണി ആകാനായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കിനും 8:45 കഴിക്കണ്. അപ്പോൾ ഓല് പറഞ്ഞു 9 മണിക്ക് ഷോപ്പ് ക്ലോസ് ആക്കും പറഞ്ഞു കേട്ടോ. പിന്നെ അതും കൂടി കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വത്തപ്പാടായി. കാരണം അത്രയും ദൂരം വന്നുങ്ങാണ്ട് പിന്നെ ഒന്നും എടുക്കാതെ പോവുക അറിയണ മോശമല്ല എഴുതിങ്ങാണ്ട് കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് അങ്ങോട്ട് എടുത്തിക്കണം കേട്ടോ ഈ ഒരു ഷോപ്പിൽ നിന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നേരത്തെ അടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ഷോപ്പിക്ക് പോയോക്കി. അവിടെ ചെന്നപ്പോൾ ഓലും അടക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ 10 മണി വരെ മാക്സിമം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മാക്സിമം എടുത്തു. കുട്ടികൾക്കൊന്നും കിട്ടിയില്ല എന്നല്ല, കുട്ടികൾക്ക് നോക്കാനുള്ള ടൈം ഉണ്ടായില്ല. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ദിവസം മുന്നേ നമ്മൾ എടുത്തിരുന്നു സിമ്പിളായിട്ടുള്ള ടോപ്പൊക്കെ. അപ്പോൾ ഓൽക്ക് ഇനി ഒരു കല്യാണം വരുന്നുണ്ട് നമ്മളെ ഫാമിലിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചും കണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ടൈമില്ലായിട്ട് തന്നെ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. പ്രത്യേകിച്ച് ഈ പെണ്ണിന് എന്ത് കാണിച്ചു കൊടുത്താലും ഒക്കെ പറ്റൂല. നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കും, ഓക്കെ പറ്റൂല. ഓളേതേലും ചത്തലെടുത്തുങ്ങാണ്ട് വരും, അത് നമുക്കും പറ്റൂല. അങ്ങനെ കുറേ ടൈം പോയിട്ടോ. പിന്നെ ഇപ്പം പറഞ്ഞു ഓൾക്ക് എടുക്കലൊന്നും നടക്കൂല, നിങ്ങൾക്ക് നോക്കിക്കോളി പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പോരാൻ നേരത്തെ എനിക്ക് ഈ ഒരു കുപ്പായം നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കണുണ്ട്. അപ്പോൾ ഇപ്പോൾ ചായ എനിക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എടുത്തോ പറഞ്ഞിട്ടോ. ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും നോക്കിയാൽ അപ്പോൾ ഇപ്പം എടുത്തോ പറയും. ഞാൻ ഡിവോഴ്സായി പോകുന്നതിന് ശേഷം എൻ്റെ അപ്പച്ചിക്ക് എന്നെ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊരു സങ്കടം ആവണ്ട വിചാരിച്ചെങ്ങാണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഉപ്പച്ച കേൾക്കൂട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ചുരിദാർ എടുക്കാൻ വിചാരിച്ചെങ്ങാണ്ട് ഞങ്ങൾ വേറെ ഷോപ്പൊക്കെ പോകുന്നു കേട്ടോ. ഒരു ശോഭിക എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ ഞങ്ങൾ പോകുന്നത്. അവിടെ നല്ല അടിപൊളി ചുരിദാറുകളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ. അപ്പോൾ ഞാൻ ഇതിട്ടോക്കി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടെ ഞങ്ങൾ കുറേ തിരഞ്ഞ് പിന്നെ ഇതും ഇട്ടോക്കി കേട്ടോ. അങ്ങനെ ഈ 2 ചുരിദാറും ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് പിന്നെ കുറേ തിരഞ്ഞിരിക്കണമെന്ന് ഇഷ്ടമല്ല. എനിക്ക് കിട്ടിയാൽ ഞാൻ വേണ്ട എടുക്കും. പിന്നെ എൻ്റെ അമ്മച്ചിക്കും അനിയത്തിക്കും 2 വെച്ച ചുരിദാർ എടുത്തു. കാരണം ചെറിയൊരുന്നാൾക്ക് നമ്മൾ 2 അങ്ങനെ എടുക്കും. പിന്നെ വലിയൊരുന്നാൾക്ക് നമ്മൾ കാര്യമായിട്ട് അങ്ങനെ എടുക്കില്ല, ജസ്റ്റ് എന്തെങ്കിലും ടോപ്പോ കാര്യങ്ങളൊക്കെ എടുക്കും. ചെറിയൊരുന്നാൾക്കാണ് നമ്മൾ കൂടുതലും പർച്ചേസിങ് ചെയ്യൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് നേരെ കസാമിയ അവിടെ കയറിട്ടോ ഫുഡ് കഴിക്കാൻ. കസാമിയക്ക് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളാട്ടോ കാണുന്നത്. എനിക്ക് കേക്ക്, മുട്ടായി, ബേക്കറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കത് കിട്ടിയാൽ ഞാൻ ഫുള്ള് തിന്ന് തീർക്കാതെ ഞാൻ നീച്ചൂല. അതുകൊണ്ട് തന്നെ ഇപ്പച്ചിമ്മച്ചും പറയും ഈ മുട്ടായിയൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ മുട്ടായിൻ്റെ പോലെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണത് അറിയട്ടോ. ഞാൻ പച്ചവെള്ളം കുടിച്ചാലും നല്ല ഉണ്ടത്തടിയായി നിൽക്കും. അതിന് വേണ്ടി എൻ്റെ അനിയത്തിയൊക്കെ എന്തെന്നെ തിന്നാലും കൂടി തടി വിടൂല. അതൊരു കണക്കിന് ഭാഗ്യമാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ലോണം മുതലാക്കിയിരുന്നു. ഞാൻ നല്ലോണം കുഴങ്ങിയിരിക്കണം കേട്ടോ. കാരണം ഇവരെ എടുത്തിട്ടും നോക്കിയിട്ടുമാണ് കേട്ടോ ഏറെ കുഴങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത്. കാരണം നോമ്പ് നോറ്റിങ്ങാണ്ട് കഴിയൂല ഇവലെയും കൊണ്ട്. ഒക്കെ പീക്കിരിയാളാണ്, അടങ്ങി നിൽക്കൂല, അങ്ങോട്ട് ഓടിയിട്ടും. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്ന ടൈമിലേ എന്തെങ്കിലും വെറൈറ്റി തിന്നണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടാവും കേട്ടോ. അവിടെ എത്തോളം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും നമുക്ക് ഇന്ന് അത് വാങ്ങണം എന്നൊക്കെ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും മുണ്ടേണ്ടി വരില്ല. എല്ലാവരും പിന്നെ ലാസ്റ്റ് ബ്രോസ്റ്റുമൊക്കെ തന്നെ എത്തും. അത് പിന്നെ ഒരു ദേശീയ ഭക്ഷണമായതുകൊണ്ട് ബ്രോസ്റ്റ് തന്നെ ഞങ്ങളൊന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബ്രോസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഓല് സോസ് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ തീർന്നു. പിന്നെ ബ്രോസ്റ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും സോസ് പറയേണ്ട അവസ്ഥക്കാരം മീല മൊത്തം തീർക്കും.
ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വർഷമായിട്ടുള്ളൂ കേട്ടോ എൻ്റെ ഒരു ലൈഫ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മറ്റൊരു അടിമാളെ പോലെ ഇങ്ങനെ വേറെല്ലോലെ നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതറിയാതെ നമ്മളും ഇങ്ങനെ കോമാളിയാളെ പോലെ ഇങ്ങനെ അതിനനുസരിച്ച് ആടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു ലൈഫ് എന്നും നിലനിർത്തി തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ പടച്ചോനോട്. അപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായി കണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കൽ. കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം മക്കളിങ്ങനെ ഇതാവണോണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.